ഞാൻ ഇന്നലെ ഒരു ലൈൻ വായിച്ചായിരുന്നു ആൻഡ് ദാറ്റ് വാസ് സോ മച്ച് റെസനേറ്റിംഗ് വിത്ത് മീ ദാറ്റ് ഒരു ഇയറിന്റെ ഫസ്റ്റ് ഹാഫ് മാത്രം വെച്ചിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ അതിന്റെ അതർ ഹാഫ് എവറിത്തിങ് ചേഞ്ച് ചെയ്തേക്കാം, ഒരു ജസ്റ്റ് ഒരു നൊടിയിൽ എന്ന പോലെ. അതിപ്പോ നിങ്ങൾ കഴിഞ്ഞ 6 മാസം ഒരു പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ ഗോൾസിന് വേണ്ടി, ഡ്രീംസിന് വേണ്ടി, സ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കാണുന്നില്ല, ഈ റിസൾട്ട് കാണുന്നുണ്ട്, എന്തായിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ കീപ് ഗോയിങ് ഫോർ നെക്സ്റ്റ് 6 months ഓൾസോ. അയ്യോ ഞാൻ ഇത്രയും ചെയ്തു എനിക്കൊന്നും കാണുന്നില്ല, ഇനി എനിക്ക് മതി, ഈ വർഷം ഒന്നും നടക്കില്ല എന്നിട്ട് നിർത്താനോ അല്ലെങ്കിൽ എന്താ പറയാ സ്ലോ ആക്കാനോ നിൽക്കാതെ മാക്സിമം ആക്സലറേഷനിൽ മാക്സിമം മൊമെന്റത്തിൽ അടുത്ത 6 മാസം ബെസ്റ്റ് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോവുക. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ലൈക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അറിയാതെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കാപ്പബിലിറ്റീസ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാവും, ബട്ട് ഇടയിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഫ്ലക്ച്വേഷൻസ് കാരണം അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്ന് പോകുന്നിടത്താണ്. അതായത് ഭൂരിഭാഗം ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യും, ബട്ട് ഇടയിലുള്ള ആ ഒരു ക്വിറ്റ് ചെയ്യേണ്ട ഒരു പാർട്ട് അത് ഓവർകം ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. നമ്മുടെ ഉള്ളിലുള്ള ഡീമൺസിനെ എന്താ പറയാ താഴോട്ട് വലിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. സോ ദോസ് ഹു ആർ വർക്കിംഗ് ഹാർഡ് ഫോർ പ്രീവിയസ് 6 months കീപ് ഗോയിങ് ഫോർ നെക്സ്റ്റ് 6 months ഓൾസോ. നിങ്ങൾക്കൊണ്ട് പറ്റുന്നത്ര എഫേർട്ട് ഇടുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ നമ്മുടെ കയ്യിലല്ല. നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബൈ എൻഡ് ഓഫ് ദ ഇയർ, ബൈ December 31st ആവണ സമയത്ത് you wouldn't feel like ഞാൻ ഈ ഒരു ഇയറിൽ ഒന്നും ചെയ്തില്ല. You tried your best, right? That's it. അപ്പോ അത് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ഇയർ ഇന്നൊക്കെ ചെയ്യണം, ഈ ലെവലിലൊക്കെ എത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 6 മാസം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് പോലും അതിന് വേണ്ടി എടുത്ത് വെച്ചില്ല. എനിക്ക് ഇന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല. എനിക്ക് ഇന്ന സോഷ്യൽ മീഡിയ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല. ഇന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല. എനിക്ക് ഇന്ന ഫിറ്റ്നസ് ഗോൾസ് ഉണ്ടായിരുന്നു ഞാൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. എവിടെയും അതിനോടൊരു എഫേർട്ട് പോലും എടുത്തില്ല. ഇനി എന്ത്, ഇങ്ങനെ ഓൾറെഡി 6 മാസം കഴിഞ്ഞു, ഇനി ഒരു 6 മാസമല്ലേ ഉള്ളൂ, ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല എന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞു, ടേക്ക് ദാറ്റ് ആസ് ആൻ എക്സ്പീരിയൻസ്. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് അടുത്തൊരു 6 മാസം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിനെയും നിങ്ങൾ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെ വേസ്റ്റ് ആയി കളയാതെ സ്റ്റാർട്ട് നൗ. ഇപ്പൊ എവിടെയാണോ, എത്ര മോശമാണോ, സ്ക്രാച്ചിലാണോ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, സ്റ്റാർട്ട് നൗ, ടുഡേ, ഇന്ന്. നാളെ 1ാം തീയതി മുതൽ തുടങ്ങാൻ കൊണ്ടൊന്നും നിൽക്കരുത്. ഇന്ന് ഈ 30 ജൂണിൽ തന്നെ തുടങ്ങാം. നെക്സ്റ്റ് 6 months ബെസ്റ്റ് എഫേർട്ട് കൊടുക്കാം. നോ മാറ്റർ അയ്യോ ഞാൻ ബാക്കിയുള്ളവർക്ക് പിന്നിലാണല്ലോ, ഞാൻ ഇപ്പൊ തുടങ്ങിയാൽ എപ്പോൾ എത്താനാ, ഇപ്പോഴൊക്കെ ജിമ്മിൽ പോയിട്ട് എപ്പോൾ ബോഡി ആവാനാ, ഇപ്പോഴൊക്കെ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാൻ തുടങ്ങി എപ്പോൾ കറക്റ്റ് ആവാനാ, ഇനി എന്താ പറയാ ഞാൻ ഇപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എന്താവാനാ, ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് എന്താവാനാ. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് ഐ തിങ്ക് സോ 2 months, 2 ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ. നൗ ഐ ഹാവ് 5,000 സബ്സ്ക്രൈബേഴ്സ്. 1-2 മാസത്തിൽ എന്ത് വേണമെങ്കിലും ചേഞ്ച് ആവാം. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ ലെവലിൽ ബ്ലൂം ആവാൻ തുടങ്ങിയത് ഐ തിങ്ക് സോ ഈ ഒരു ജാനുവരി ആ ഒരു ടൈം മുതലാണ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ തുടങ്ങിയത്. അതായത് ഈ കഴിഞ്ഞ 6 മാസം ഇത്രയും ചേഞ്ചസ് അവിടെ കൊണ്ടുവന്നു. 66,000 ആൾക്കാരോട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഒരു 2-3 മാസത്തിൽ, ഒരു 6 മാസം എന്ത് വേണമെങ്കിലും ചേഞ്ച് ആവാം. അതാ ഞാൻ പറഞ്ഞ ഒരു ഞൊടിക്കിടയിൽ എവറിത്തിങ് ക്യാൻ ചേഞ്ച്. അപ്പൊ ഈ ഒരു ഇയറിന്റെ അതർ ഹാഫ്, അതായത് അടുത്തൊരു 6 മാസം നിങ്ങൾ കണ്ണടച്ച് പണിയെടുത്തോ, 0 തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഇയറിൽ നിങ്ങളുടെ ഒരു ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ ആവും. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അടുത്തൊരു ഇയറിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനോട് കൂടി എൻ്റർ ആവും. ഒന്നുമില്ലാതെ സ്ക്രാച്ചിൽ പൊട്ടിപ്പൊളി നിൽക്കുന്ന പോലെ അല്ല, അത് പ്രോപ്പർ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ബിൽഡ് ചെയ്താൽ മതി. രണ്ടാണെങ്കിലും വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ്. സോ ബാലൻസ് 6 months, സ്റ്റാർട്ട് ഇറ്റ്. ലൈക്ക് എന്താ പറയുക, ഐ എം ഗോയിങ് ടു ഡു മൈ ബെസ്റ്റ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയും ഞാൻ ആളല്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. ബട്ട് ഐ എം ഗോയിങ് ടു ഡു that balance 6 months is do or die. ഞാൻ ഓൾറെഡി എന്റെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് 5 AM ബിക്കോസ് രാവിലെ ഞാൻ എണിക്കുന്ന എന്റെ മൈൻഡിനെ വിശ്വസിപ്പിച്ച് കൊടുക്കാൻ പറ്റിയപ്പോ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് എന്താ പറയാ ഐ ക്യാൻ മേക്ക് ഇറ്റ് സംതിങ് ഹാപ്പൻ എന്നൊരു കൈൻഡ് ഓഫ് ഒരു ഫീല് വന്നു. നമ്മുടെ ബ്രെയിനിന് നമുക്ക് ആ ഒരു ഫീൽ കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അത് ബാലൻസ് ഒരു 50% നമ്മൾ പുഷ് ചെയ്തോളൂ. ബാലൻസ് ഒരു 50% ആണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ. സോ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കൈൻഡ് ഓഫ് അഡ്രിനലിൻ റഷ് കൊടുക്കണ പോലെ ഒരു പ്രോസസ്സിൽ കേട്ടോ, ആ ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണ പോലത്തെ ഒരു ഹാപ്പിനെസ് അല്ല, ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്രിനലിൻ റഷ് കൊടുക്കണ പോലെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അതായത് ബ്രെയിൻ നിങ്ങൾ കൊടുക്കണ പോലെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണോ ഗോൾ അതിന്റെ കൂടെ ഈ ഒരു കാര്യം അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ കൂടെ കൺസിഡർ ചെയ്ത് പോവുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇടയിൽ ക്വിറ്റ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഒക്കെ കുറച്ച് കമ്മിയാവും. അതേപോലെ സ്ട്രീക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. എന്താ പറയാ ഈ ഒരു 30 days 60 days അല്ലെങ്കിൽ അടുത്തൊരു 6 months വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ് ഒരു സ്ട്രീക്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ പിന്നെ ഒറ്റയടിക്ക് വലിയ എടുക്കാതെയോ 6 മാസമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ വലിയ ഒരു ദിവസം 2 മണിക്കൂർ ജിമ്മിൽ പോകണം അങ്ങനെ എല്ലാ ദിവസവും പോകണം ഒരു എക്സാമ്പിൾ ആട്ടോ ജിമ്മ് പറഞ്ഞ. അതേപോലെ ഇങ്ങനെ അത്രയും വലുതെടുക്കാതെ കുഞ്ഞു എന്താണോ പറ്റുന്നത്, ഒരു ദിവസം 2 പേജ് ബുക്കിന്റെ 2 പേജാണ് അത്
വാട്ട് എവർ ഇഫ് നിങ്ങളുടെ ഗോളുമായിട്ട് അലൈൻ ചെയ്യുന്ന ആക്ഷൻസ് ചെറുതായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഞാൻ പറയട്ടെ, ഈ 6 monthsനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ചില സമയം തോന്നാം അയ്യോ എനിക്ക് വയ്യ, അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും വയ്യാണ്ട് മൂലയ്ക്ക് ഇരിക്കാനല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തോന്നുവാണ് അയ്യോ ഐ നീഡ് റെസ്റ്റ്, ടേക്ക് ടൈം. നിങ്ങൾ ഒരിക്കലും ഡിലേ ആവുന്നില്ല, ലാഗ് ആവുന്നില്ല. സംടൈം യുവർ ബോഡി ആൻഡ് മൈൻഡ് റിക്വയേഴ്സ് റീചാർജ്. ഫോണിന് ചാർജ് വരുമ്പോൾ ചാർജ് ചെയ്യണ്ടേ? എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ബോഡി റിക്വയർസ്, മൈൻഡ് റിക്വയർസ്. അത് നിങ്ങൾ ലേസിനെസ് ആയി കണക്കാക്കിയിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ 2-3 നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്, മുന്നോട്ട് നിങ്ങൾ 6 months കുറച്ചുകൂടി ബെറ്റർ ആയി പോകാനായിട്ട്. പിന്നെന്താ, ഡ്രിങ്ക് മോർ വാട്ടർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആസ് മച്ച് ആസ് യു ഹൈഡ്രേറ്റ് യുവർ ബോഡി, ദാറ്റ് മച്ച് യുവർ ബോഡി വിൽ സപ്പോർട്ട് യു, ഗ്ലോ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പൊ ബാലൻസ് 6 മാസം. ഈ ഒരു വീഡിയോയ്ക്ക് ആഫ്റ്റർ 6 months യു കം ടു ദിസ് വീഡിയോ ആൻഡ് ടെൽ മീ വാട്ട് യു ഡിഡ് ഫോർ നെക്സ്റ്റ് 6 months. അപ്പോ 6 മാസം കഴിഞ്ഞിട്ട് അയ്യോ കഴിഞ്ഞു കൊണ്ടിരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. അങ്ങനെ ചെയ്യരുത്. പണിയെടുക്കുക. എന്താണോ ഗോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, സൊസൈറ്റിയൊക്കെ വിട്ടേക്ക്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. എന്താണോ അത് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടേ, അതിനു വേണ്ടി പണിയെടുക്കുക. ഡെഫിനറ്റ്ലി യു ക്യാൻ. ഇന്ന് ചിലപ്പോൾ നമ്മളിൽ പൈസ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ടാവണമെന്നില്ല, ഒന്നും നമുക്ക് ഫേവറബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്നാണോ നമ്മളെ ചൂസ് ചെയ്ത് നമ്മൾ ഒബ്സസ്ഡ് ആയിട്ട് നമ്മുടെ ഡ്രീംസിന് വേണ്ടി, നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ കണ്ണടിച്ച് നമ്മുടെ ഉള്ളിലുള്ള ടീംമെന്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന, നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു മൊമെന്റിന് ശേഷം എവറിത്തിങ് വിൽ ചേഞ്ച്. നമ്മുടെ ചുറ്റും നല്ല ആൾക്കാർ വരും, നമ്മുടെ കയ്യിൽ പൈസ വരും, നമ്മുടെ കയ്യിൽ എവറിത്തിങ്, നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റും വരുന്നതും കാണാൻ പറ്റും. ഒറ്റയടിക്ക് ഒരു മാജിക് പോലെ അങ്ങനെ വരണമെന്നില്ല. വരാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദിസ് വേൾഡ്. Nothing is like fixed or constant. Anything can happen. ചിലപ്പോൾ അങ്ങനെയും വരാം. ഇനി അതല്ലാത്ത പക്ഷവും ചേഞ്ചസ് will come slowly when you choose yourself 100%, when you prioritize yourself 100%, and you start working for yourself, not for anyone. Throughout the journey എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഇതാണ്, ദാറ്റ് നമ്മൾ പണിയെടുക്കണം, എല്ലാ കാര്യങ്ങളും വേണം. With that, take care of yourself, take care of your mental health, because at the end of the day peace is very important. എല്ലാ കാര്യങ്ങളും വേണം, അതിന്റെ കൂടെ തന്നെ പീസും വേണം. ഹൗ യു ക്യാൻ മാനേജ് ഇറ്റ്? ബൈ കീപ്പിംഗ് ബൗണ്ടറീസ്, ബൈ ടേക്കിംഗ് കെയർ ഓഫ് യുവർ മൈൻഡ്, മെന്റൽ ഹെൽത്ത്, യുവർ ബോഡി, ലൈക്ക് യുവർ സറൗണ്ടിങ്സ്. ലൈക്ക് നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തവിടെ നിൽക്കാതിരിക്കാൻ നോക്കുക. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.